ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങൾക്കായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഒരു അടിപൊളി റെസിപ്പിയുമായിട്ടാണ്. ഫാറ്റി ലിവറുകാർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണ്. നമുക്കിവിടെ ആവശ്യമുള്ളത് അവക്കാഡോ ആണ്. ഇതുപോലെ അവക്കാഡോ എനിക്ക് ഇവിടെ കിട്ടിയത് നല്ല പച്ച അവക്കാഡോ. ഇതിനെ 2 ദിവസം വെച്ചപ്പോൾ ഇതുപോലെ കളർ ചേഞ്ചായി. അപ്പോൾ ഇതിൻ്റെ അടുത്ത് ഇത് നല്ലതുപോലെ പഴുത്തു. അപ്പോൾ ഇത് നമുക്ക് കട്ട് ചെയ്തിട്ട് നമുക്കിതിനെ എങ്ങനെയാണ് ഉണ്ടാക്കിയത് നോക്കാം. അപ്പോൾ ഞാൻ 2 സൈഡിലും ഇങ്ങനെ കോർണറായിട്ട് ഇങ്ങനെ കട്ട് ചെയ്തു. ഇനി നമുക്കൊന്ന് ഇതിനെ ട്വിസ്റ്റ് ചെയ്തിങ്ങനെ കറക്കിയെടുക്കാം. അപ്പോൾ ഇതിൻ്റെ അകത്തെ നമുക്ക് സീഡൊക്കെ എടുത്ത് മാറ്റാവുന്നതാണ്. വളരെ എന്താ പറയുന്നത്, വളരെ പോഷകമുള്ള ഒരു ഫ്രൂട്ടാണിത്. അപ്പം ഈ സീഡ് നമുക്കെടുത്ത് മാറ്റാം. എന്നിട്ട് അതിൻ്റെ അകത്തെ തൊലിക്കകത്തുള്ള സംഭവം ഉണ്ടല്ലോ, അത് നമുക്കെടുക്കാം. ആ പഴം നമുക്ക് സ്പൂണും കൊണ്ട് ഇങ്ങനെ എടുക്കാവുന്നതാണ്. അപ്പോൾ പലർക്കും അറിയില്ല ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന്. പലർക്കും ഇതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടാറില്ല. അപ്പോൾ ഇത് നമുക്ക് വളരെ പല പല രീതിയിൽ നമുക്കിതിനെ ഉണ്ടാക്കി കഴിക്കാവുന്നതാണ്. സ്മൂത്തി ആയിട്ട് ഉണ്ടാക്കി കഴിക്കാം, അല്ല സാലഡ് പോലെ കഴിക്കാം. അപ്പോൾ ഞാൻ ഇതിനൊരു വെറൈറ്റി രീതിയിലാണ് നിങ്ങളുടെ മുമ്പിൽ ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനെ ഇതുപോലെ ഞാൻ ഈ കവറിനകത്തുനിന്ന് ഇതുപോലെ നമ്മൾ ഇതിനെ എടുക്കുക. നല്ലതുപോലെ സ്പൂണിട്ട് ക്രഷ് ചെയ്യണം, നല്ല സ്മാഷ് ചെയ്യണം. അപ്പോൾ ഇതിങ്ങനെ കഴിക്കാൻ ടേസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിലേക്ക് കുറച്ച് നമുക്ക് ഉപ്പും കൂടെ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് എരിവ് ആവശ്യമാണെങ്കിൽ ഇച്ചിരി കുരുമുളക് ഇട്ട് കൊടുക്കാം. അഥവാ നിങ്ങൾക്ക് ഒനിയനും ടൊമാറ്റോ ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ സ്മോളായിട്ട് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിവിടെ വളരെ ഈസി മെത്തഡാണ് കാണിക്കുന്നത്. ഇപ്പോൾ പലർക്കും വളരെ അസുഖങ്ങളൊക്കെ ഉള്ള ഒരു സമയമാണല്ലോ. അപ്പം നമ്മൾ ഇതൊക്കെ കഴിച്ചാൽ വളരെ ഹെൽത്തിന് നല്ലതാണ്. അതുപോലെ ഈസി ആയിട്ട് നമ്മുടെ കേരളത്തിൽ എല്ലായിടത്തും ഇത് കിട്ടുന്നതാണ്. ഞാനിത് ബാംഗ്ലൂരിൽ പോയപ്പോൾ എനിക്കൊരു മാളിൽ ഇത് കിട്ടിയതാണ്. ഇത് നോർത്ത് സൈഡിലൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ റേറ്റ് കൂടുതലാണ് ഇതിന്. ഒരു അവക്കാഡോയ്ക്ക് 150 റുപ്പീസാണ് മഹാരാഷ്ട്രയിലൊക്കെ. അപ്പോൾ ഇത് കേരളത്തിലൊക്കെ വളരെ നമുക്ക് ട്രീസൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ഇതിനകത്തിട്ട് ഞാൻ അനാറിട്ട് കൊടുത്തു, പൊമഗ്രാനേറ്റ്. അനാറോട് ഇട്ടിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക. വളരെ ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ കുട്ടികളും ഇത് കഴിക്കും, അതുപോലെ ടേസ്റ്റിയാണ്. ഇതിന് നമ്മൾ സ്വീറ്റ്സ് ഒന്നും ആഡ് ചെയ്യേണ്ട, ഈ അനാറിൻ്റെ മധുരം മാത്രം മതി. അപ്പോൾ ഉപ്പും കുറച്ച് എരിവും ഒക്കെ ഇട്ട് അങ്ങോട്ട് കഴിച്ച് നോക്കിയേ. ഹെൽത്തിന് വളരെ ബെനിഫിറ്റ്സ് ആയിട്ടുള്ള സാധനമാണ് ഈ ഫ്രൂട്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു കമൻറ്റ് ഇടണേ. കമൻറ്റ് ഇട്ട് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യണമേ. അപ്പോൾ പിന്നെ കാണാം. വീണ്ടും പുതിയ റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ചെയ്തെങ്കിൽ മാത്രമേ ഞാൻ വെറൈറ്റി റെസിപ്പിയായിട്ട് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ എത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് ഫ്രണ്ട്സൊക്കെ എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. ബാക്കി ഫ്രണ്ട്സും എന്നെ ഫോളോ ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. ഈ വീഡിയോ കാണുന്ന എല്ലാവരും എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും കമൻറ്റും ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ പിന്നെ കാണാം. അപ്പോഴത്തേക്കും ബൈ. താങ്ക് യു.